മൂന്നാം അലോട്ട്മെന്റ് പട്ടിക വന്നിട്ടും മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി തുടരുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ 58,138 അപേക്ഷകർ ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്താണ്. പ്രതിസന്ധി പരിഹരിക്കാൻ 120 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനമായിട്ടുണ്ട്. ഈ വർഷത്തെ കണക്കെടുത്താൽ 80,869 വിദ്യാർത്ഥി സീറ്റുകളുടെ കുറവ് മലബാറിലെ ജില്ലകളിൽ +1 അപേക്ഷക നൽകിയ വിദ്യാർത്ഥികളും +1 സീറ്റും തമ്മിലുണ്ട്. ഇത് പുതിയ വിഷയമല്ല, കുറച്ച് കാലങ്ങളായി പതിറ്റാണ്ടുകളായി മലബാറിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. കോഴിക്കോട് ജില്ലയിൽ 10,000-ലേറെ സീറ്റുകളാണ് കുറവുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കാലങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് ആനുപാതികമായ സീറ്റ് വർധനവിലൂടെയോ താൽക്കാലികമായ ബാച്ചുകൾ നൽകിയതിലൂടെയോ ഇതിന് പരിഹാരമാവുകയില്ല. നമുക്കിപ്പോൾ തന്നെ അറിയാം, മലബാറിലെ +1 ക്ലാസ് റൂമുകൾ എടുത്തു നോക്കിയാൽ 75 വിദ്യാർത്ഥികളും 65 വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന കേരളത്തിലെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള റേഷ്യോക്ക് പുറത്ത് ധാരാളം വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് മലബാറിലെ ക്ലാസ് റൂമുകൾ കാണാം. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, നമുക്ക് അറിയാം കാലങ്ങളായുള്ള പ്രശ്നമാണ് മലബാറിലെ ഈ ഒരു +1 സീറ്റ് പ്രതിസന്ധി എന്നുള്ളത്. അതിൽ ഈ സർക്കാർ മാറി വന്നിട്ടും ഒരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ താൽക്കാലികമായിട്ട് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം എന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയില്ലേ? എന്താണിപ്പോൾ അവരുടെ പരാതിയായി അവർ പറയുന്നത്? സ്വാതി, നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ +1 സീറ്റ് പ്രതിസന്ധി മലബാറിൽ തുടരുകയാണ്. അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്ന ആവശ്യമാണ് വിവിധ സംഘടനകൾ മുൻപോട്ട് വെക്കുന്നത്. എപ്പോഴും ഒരു താൽക്കാലിക പരിഹാരമാണ് പല ഘട്ടത്തിലും കാണാറുള്ളത്. നമുക്കിതിന്റെ ഈ കണക്കുകളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ 1,99,306 അപേക്ഷകരാണ്, അതായത് വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 58,138 അപേക്ഷകർ ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്താണ് എന്നുള്ളതാണ്. അതായത് മൂന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ പട്ടിക പുറത്തു വന്നിട്ടും 58,100-ലധികം കുട്ടികൾ ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. ഏറ്റവും പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലയിൽ 2,500-ഉം കോഴിക്കോട് ജില്ലയിൽ 1,500-ഉം പാലക്കാട് ജില്ലയിൽ 1,700-ഉം സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറം ജില്ലയിൽ മാത്രം 25,084 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ 15,593 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ 9,360 അപേക്ഷകർ പുറത്താണ്. അതായത് വലിയ ഒരു സംഖ്യ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ 313 താൽക്കാലിക ബാച്ചുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അത് 120 അധിക ബാച്ചുകൾ കൂടി അനുവദിക്കാൻ നിലവിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. അത്തരത്തിൽ 120 ബാച്ചുകൾ കൂടി അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾ വീതം 7,200 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ തന്നെ 60-ഉം 50-ഉം അതിലധികവും വിദ്യാർത്ഥികൾ ഓരോ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഒരു അധ്യാപകന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിലും അധികം വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ വരും. അത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ബാധിക്കും എന്നുള്ള ഒരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അതായത് താൽക്കാലിക ബാച്ചും മാർജിനൽ സീറ്റ് വർധനവിനും അപ്പുറം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അത് സ്ഥിര ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് വിവിധ സംഘടനകൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം മുൻകാലങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതിന് മുൻപത്തെ വർഷമൊക്കെ ആണെങ്കിൽ KSU അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് മറ്റ് MSF അടക്കമുള്ള സംഘടനകൾ വലിയ സമരങ്ങളുമായി വലിയ പ്രതിഷേധങ്ങളുമായി സംസ്ഥാനത്താകമാനം വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ മാറി വന്നു. ഇത്തവണ അത്ര വലിയ സമരങ്ങളിലേക്കോ പ്രതിഷേധങ്ങളിലേക്കോ കാര്യങ്ങൾ പോകുന്നില്ല. ഫ്രട്ടേണിറ്റി അടക്കമുള്ള ചുരുക്കം ചില സംഘടനകൾ മാത്രമാണ് നിലവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇവരുടെ ആവശ്യം മേൽ പറഞ്ഞതുപോലെ തന്നെ താൽക്കാലിക ബാച്ചിനും മാർജിനൽ സീറ്റ് വർധനവിനും അപ്പുറം സ്ഥിരം ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇപ്പോഴും ശരി ബെൻസൺ, എന്തായാലും സ്ഥിരം ബാച്ചുകൾ വേണം, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം ഇക്കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യമായി ഉന്നയിക്കുന്നത്.